കേരള നമ്പർ ആയതിനു ശേഷം ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2013 ഡീസൽ ഓട്ടോമാറ്റിക് കൺട്രിമാൻ. ഹോണ്ടയുടെ അമേസ് ആണ്, ഡീസൽ വാഹനമാണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, മെക്കാനിക്കൽ 100% 100%. ഓക്കെ, കമ്പനി സർവീസിലാണ് ഉണ്ട്. 2017 മോഡലാണ്. ഏതാ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ? ന്യൂ കാറിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഇറക്കുന്ന ഒരു മോഡലാണ് വാഗണർ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ യൂസ്ഡിലും എല്ലാ സ്ഥലത്തും എൻക്വയറി ഉണ്ട്. നല്ല രീതിയിൽ എൻക്വയറി വരുന്ന ഒരു വാഹനം VD. ഓക്കെ, ഇതിന്റെ മുകളിൽ VXT ആണ് വരുന്നത്. തൊട്ട് മുകളിൽ വരുന്ന ഓപ്ഷൻ VXT ആണ്, അതിന്റെ തൊട്ട് താഴെ അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 9,50,000 2020 സെൽട്ടോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 45,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഡീസൽ ആരാധകർ, ഓട്ടോമാറ്റിക് കാർ ആരാധകർ, കോമ്പാക്ട് SUV ആരാധകർ, സെഡാൻ ആരാധകർ, ഹാഷ് ബാക്ക് ആരാധകർ, ഇങ്ങനെ എല്ലാവർക്കും പറ്റിയ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വന്നിരിക്കുന്ന ഷോറൂം കോഴിക്കോട് കാർ സോണാണ്. മാങ്കാവ് ലൊക്കേഷൻ വരുന്ന ഷോറൂമാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്വാഗതം ചെയ്യാം. റഹീം കാ, സ്വാഗതം. കുറച്ച് ഗ്യാപ്പ് വന്നില്ല, നമ്മളിപ്പോൾ നല്ല ഗ്യാപ്പ് വന്നു. നമ്മൾ മുന്നേ കണ്ടിന്യൂ നിങ്ങളെ സ്റ്റോക്ക് കയറുമ്പോൾ നിങ്ങളെ വിളിക്കണം എന്ന് വിചാരിക്കാം. അന്നേരം പിന്നെ ഒക്കെ സ്റ്റോക്ക് ഉണ്ടോ? ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഓക്കെ, നിങ്ങൾ ബിസി ആയിരിക്കല്ലോ. അതെ, ഇത് മീൻചന്തയ്ക്ക് അടുത്തായിട്ടാണ് വരിക. മാങ്കാവ് മീൻചന്ത ബൈപ്പാസ് തന്നെ മീൻചന്തയ്ക്ക് അടുത്തായിട്ട് ഒരു ഓട്ടോമോട്ടീവ് ഹബ്ബാണ് മൊത്തത്തിൽ അല്ലേ ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ മീൻചന്തയിൽ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഷോറൂം ഇതായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഷോറൂം വരുന്ന ഇതാണ്. കാർ സോൺ എന്നാണ് ഷോറൂമിൻ്റെ പേര്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളുണ്ട്. ഡീസലിൽ തന്നെ നല്ല ഒടുക്കത്തെ മൈലേജ് കിട്ടുന്ന അമേസ് ഒക്കെ ഉണ്ട്. ഇത് പോരാ തന്നെ ഒരു മിനി കൂപ്പർ കൺട്രിമാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, മറന്നുകൊണ്ട. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ വാഹനം നമുക്കൊരു പ്രീമിയം ഹാഷ് ബാക്കിൽ തുടങ്ങാം. i20 KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇത് ഡീസലോ പെട്രോളോ? ഇത് ഡീസലാണ്. ഡീസൽ ആരാധകരേറെയുള്ള സെഗ്മെന്റ് ആണ്, പറഞ്ഞോളൂ. അതെ, ഇത് 2017 മോഡലാണ്. ഓക്കെ, 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് ഓപ്ഷൻ ആണ് വരുന്നത്. സ്പോർട്സ് ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. ഏകദേശം എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ സിസ്റ്റം ഉണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, 90,000 വരെയുള്ള സർവീസ് പക്ക ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഇപ്പൊ ആളുകൾ വന്നാൽ ചോദിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, പോയിട്ട് ഹിസ്റ്ററി ചോദിക്കണം. വെറുതെ വായ കൊണ്ട് പറയുന്ന ഹിസ്റ്ററി അല്ല, ചോദിക്കണം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഡീസലാണ്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. 18 റേഞ്ചിലൊക്കെ ആവറേജ് ഒരു മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, പ്രൈസിങ് എങ്ങനെയാ? ഇതിന്റെ പ്രത്യേകത ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതും ഏകദേശം മാക്സിമം ലോണ് അവൈലബിൾ ആണ്. ഫുൾ ലോൺ കിട്ടും അല്ലേ ഈ ഒരു വാഹനം? ഓക്കെ, ആസ്കിംഗ് പ്രൈസ് തന്നെ 5,75,000 രൂപ. 5,45,000. 2017 ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ i20 ആണ്. 5,75,000 ചോദ്യമാണ് വില. എന്തായാലും നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട്, അതായത് ഓണത്തിന്റെ ഒക്കെ പ്രമാണിച്ച് നമ്മൾ വേറെ ഓഫർ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ മാക്സിമം ഡിസ്കൗണ്ട്, അതാണ് ഓഫർ. മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ഫൈനൽ റേറ്റ് ഒക്കെ പറയാൻ പറ്റുമോ? ഫൈനൽ റേറ്റ് നമുക്ക് ഒരു 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5,50,000 ഫുൾ ലോണിൽ i20 ഡീസൽ 2017 മോഡൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും. ടയർ, ഇൻഷുറൻസ് എല്ലാം ഉണ്ട് കേട്ടോ. പുതിയ ടയർ ഉണ്ട്, ഇൻഷുറൻസ് പുതിയത് നമുക്ക് ഫ്രഷ് എടുത്തു കൊടുക്കും. ഫുൾ കവർ ഫുള്ള്. ഓക്കെ, ഒന്നും നോക്കാനില്ല, വണ്ടി എടുക്കുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, വിറ്റാര ബ്രസ KL30 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു റെഡ് വാഹനം. പറഞ്ഞോളൂ, എങ്ങനെയാ? ഇത് 2017 മോഡലാണ്. അതായത് ഏകദേശം ഫുൾ ലോണൊക്കെ കയറുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ചെറിയ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഉള്ളതായാലും കുഴപ്പമില്ല. ഫുൾ ലോൺ കയറുന്ന വണ്ടി ഉണ്ടാകുമെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പരിക്കുണ്ട് അർത്ഥം. അതെ, ഓക്കെ. അപ്പോൾ ഒരു ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു പരിക്കുന്നുണ്ട്. എന്താ പറ്റിയ എവിടെയാ? അതായത് ഈ ഭാഗം റീപ്ലേസ്മെന്റ് ഒന്നും കാര്യങ്ങളൊന്നും കാണാനില്ല. ഉള്ളിൽ ചെറിയൊരു പരിക്ക് വരുന്നുണ്ട്. മെയിൻ അപ്രോണിലേക്ക് എത്തിയിട്ടുണ്ടോ? മെയിൻ അപ്രോണിന്റെ അവിടെ എത്തിയിട്ടില്ല. ഓക്കെ, വർക്ക് എടുത്തിട്ടുണ്ടല്ലോ ആ സൈഡ്? അവിടെ സൈഡ് റൈറ്റ് സൈഡില് റീപ്ലേസ്മെന്റ് ബോണറ്റോ മെയിൻ ഗ്ലാസ് ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, കമ്പനിയിൽ കൊണ്ടുപോയപ്പോൾ അവർ വലിയ എന്തോ റേറ്റ് പറഞ്ഞപ്പോൾ ഒരു പുറത്തുനിന്ന് കസ്റ്റമർ എടുത്തതാണ്. അതൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് എടുത്ത് പറഞ്ഞത്. ഓക്കെ, മെക്കാനിക്കൽ 100% 100%. ഓക്കെ, കമ്പനി സർവീസുള്ള വണ്ടിയാണ്. 2017 മോഡലാണ്. ഏതാ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ? ഫുൾ ഓപ്ഷൻ. തൊട്ട് താഴെ ZA+ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഡീസൽ വാഹനമാണ്. ഡീസൽ ബ്രസയാണ്. 2017. കിലോമീറ്റർ 79,000 അല്ലേ? ഓക്കെ, ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് വലിയൊരു ഓട്ടം അല്ല. തീർച്ചയായിട്ടും കിലോമീറ്റർ വണ്ടിയെ സംബന്ധിച്ച് കിലോമീറ്റർ ഉണ്ട്, പക്ഷേ ആ ഒരു ഓട്ടം വലിയൊരു ഓട്ടം പോയിട്ടില്ല, നോർമലേ ഓടിയിട്ടുള്ളൂ. ബാക്കി
ടയർ 4 പുതിയ ടയറാണ്. പുതിയ ടയർസാണ്. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. സർവീസും കഴിഞ്ഞ് നടക്കണോ? സർവീസ് 73. അപ്പോൾ പാർട്ടിക്കൊന്നും ചെയ്യാനില്ല അല്ലേ? ഇനി എടുക്കുന്ന പാർട്ടിക്ക് എത്ര കൊടുക്കാം നമുക്ക്? നമുക്കൊരു മാക്സിമം ഫുൾ ഓണിൽ ഏകദേശം 7 ലക്ഷം റുപ്യ ലെവലിൻ്റെ കൂടെ. 7 ലക്ഷം. 2017 ZDI ഡീസൽ ബ്രസ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 7 ലക്ഷം രൂപ. മാനുവൽ വാഹനമാണ്. ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ അല്ല. ഓക്കെ. അടുത്തത് ഹോണ്ടയുടെ അമേസ് ആണ്. ഡീസൽ വാഹനമാണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനാണ്. ഫസ്റ്റ് ഷേപ്പ് അമേസ്. എങ്ങനെയാണ്? 2014 മോഡലാണ്. ഓക്കെ. ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണർ. ഓക്കെ. 14. 82,000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഇത് നമുക്ക് ഇതുപോലെ മാക്സിമം ഏത് ഓപ്ഷൻ ഏത്? ഇത് HT. ഏത്? സോറി എസ് ആണോ? അല്ല, SMT? EMT. ഓക്കെ. ബേസ് ആണ്. പക്ഷേ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സീറ്റ് കവർ പുതിയതാണ്. ഓക്കെ. അങ്ങനത്തെ ബേസിക് കൊണ്ടുള്ള ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ഡീസൽ മൈലേജ് 20-22-24 ഒക്കെ പറയുന്നുണ്ട്. അത്രയും കിട്ടാൻ ചാൻസ്. ഇതിന് ഉപയോഗിക്കുന്ന പെട്രോളാണ്. ഇതിന്റെ ഷേപ്പ് പെട്രോളാണ്. അതിൽ തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഓക്കെ. നമുക്ക് മാക്സിമം ലോൺ തന്നെ, മാക്സിമം നല്ല ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടാൻ അതായത് 4 ലക്ഷം റുപ്യ ID വരുന്നുണ്ട്. നമുക്കൊരു 3,90,000 രൂപയ്ക്ക് ഈ ഒരു 2014 ഡീസൽ വാഹനം, ഡീസൽ അമേസാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സ്വന്തമാണ്. ഓക്കെ. പിന്നെ ഈ ഫുൾ ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുക, നമ്മളിപ്പം ഫുൾ ലോൺ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഫുൾ ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അത് ഈ പ്രൊഫൈല് മസ്റ്റാണ്. കസ്റ്റമറുടെ പ്രൊഫൈൽ ഇത് നിർബന്ധമാണ്. ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഇത് മുന്നേ ട്രാൻസാക്ഷൻ നടത്തുമോ? നമ്മൾ പല വീഡിയോസിനും പറയുന്നതാണ്. ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ഇടപാട് നടത്തിയിട്ട് നമ്മൾ ലോൺ തിരിച്ചടവ് ചെയ്യാതിരിക്കുക, അങ്ങനെ ലോൺ അടവ് തെറ്റിക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ സ്വർണ്ണം പണയം വെച്ചിട്ട് അതിൻ്റെ അടവ് തെറ്റിക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടി ജാമ്യം നിന്നിട്ട് അവർ അടവ് തെറ്റിച്ചിട്ട് അത് നമ്മളെ ബാധിക്കുക. അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് സിവിൽ കയറും. അങ്ങനെ മീഡിയം ലെവലിലവർക്കൊക്കെ മാക്സിമം ലോൺ നമുക്ക്. അല്ലാതെ നോർമലി ഒരു അത്യാവശ്യം ബാങ്ക് ട്രാൻസാക്ഷനും കാര്യമൊക്കെ ആയിട്ട് നോർമലി പോകുന്ന ഒരാളാണെങ്കിൽ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും കയറും. അങ്ങനെയാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല. അടുത്ത വണ്ടിയിലേക്ക് പോലോ. i10 ഗ്രാൻഡാണ് എടുത്തത്. KL53 രജിസ്ട്രേഷൻ വാഹനം. 53 ഇവിടെ പെരിന്തൽമണ്ണ. പറഞ്ഞോളൂ എങ്ങനെയാ? 2019-20 രജിസ്ട്രേഷൻ. ഓക്കെ. 2019-20 സിംഗിൾ ഓണർഷിപ്പിൽ വെറും 57,000 കിലോമീറ്റർ. പക്കാ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 57,000 4 വർഷം കൊണ്ട് അല്ലേ? അതെ. ഓക്കെ. ആസ്റ്റ ഓപ്ഷൻ വരുന്നത്. ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. പുഷ് ബട്ടണും അലോയ്സും കാര്യങ്ങളും ഒക്കെ വരും. അതെ. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ അഡീഷൻ ഒന്നും ചെയ്യാനില്ല. അങ്ങനത്തൊരു വാഹനമാണ്. ഇതിന് ആവറേജ് മൈലേജ് ഒരു 11 to 15 ആ റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് ഒരു ഫൈനൽ പ്രൈസ് 4,90,000 രൂപ. 4,90,000. 19 മോഡൽ 20 രജിസ്ട്രേഷൻ ആസ്റ്റ ഓപ്ഷണൽ. അതെ. i10 ഗ്രാൻഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ? ഒരു ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ആസ്റ്റ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷനല്ല, ഓപ്ഷൻ. ആസ്റ്റ ഏറ്റവും ടോപ്പിൻ്റെ ആസ്റ്റയാണ്. സോറി, ഞാനും മിസ്റ്റേക്ക് ആയി. i20 ആസ്റ്റ ഓപ്ഷനിൽ വരുന്നത്. ഇതിൽ ആസ്റ്റയാണ് ഏറ്റവും ടോപ്പിൻ്റെ. ഓക്കെ. ആ ഒരു ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ. 4,90,000 മാക്സിമം ലോണാ? മാക്സിമം ലോണ്. ഓക്കെ. ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. Volkswagen Ameo വന്നിരിക്കുകയാണ്. KL43 രജിസ്ട്രേഷൻ വാഹനമാണ്. 43 മട്ടാഞ്ചേരി അല്ലേ? മട്ടാഞ്ചേരി രജിസ്ട്രേഷനാണ്. എമയോ ഡീസലാണ്. ഇത് പെട്രോളാണ്. പെട്രോൾ എമയോ. ഓക്കെ, പറഞ്ഞോളൂ. പെട്രോളാണ്. 2016-17 രജിസ്ട്രേഷനാണ്. ഓക്കെ. 90 സംതിങ് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. അതെ. ഓക്കെ. ഇത് ഓപ്ഷൻ വരുന്നത് കംഫർട്ട് ലൈനാണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ എമയോ ആണ്. പോളോന്റെ സെഡാൻ കാറ്റഗറി വാഹനം. പെട്രോളാണ് വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. 92,000 ഓടി അല്ലേ? 16 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഈ കിലോമീറ്ററിന് ഹിസ്റ്ററി ഉണ്ട്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. എത്രയാ പ്രൈസിങ്? എങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഫുൾ ഓൺ നമുക്ക് കൊടുക്കാൻ വേണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു 3,90,000 ആസ്കിങ്. ചെറിയ മാറ്റമൊക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. 3,90,000 രൂപയ്ക്ക് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ പെട്രോൾ മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എന്താ പറയുക, ഫുൾ ഓണിൽ കിട്ടുകയും ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. ഒരു 11 മുതൽ 14, 15 15 ഉള്ളിലായിട്ടുണ്ടാവും. ഒരു സ്റ്റാൻഡേർഡ് ബഡ്ജറ്റിൽ
ഒതുങ്ങുന്ന വണ്ടി, നല്ല ഡ്രൈവിംഗ് കംഫർട്ട് സേഫ്റ്റി ഒക്കെ ഉള്ള ഒരു അടിപൊളി ഫുൾ ഓൺ കിട്ടുന്ന വാഹനം. അത്രയും പറയുന്നത് 390 സ്വന്തമാക്കാം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പ്രീമിയം ഹാച്ച് ബാഗിൽ എത്തിയിരിക്കുകയാണ്. ഹോണ്ട ജാസ് ആണ്, KL11, കോഴിക്കോട് തന്നെ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2015 മോഡലാണ്. ഓക്കെ, 15 S വേരിയന്റ് ആണ് വരുന്നത്. S മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, 80,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന 2015 മോഡൽ S ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. പക്ഷേ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. അഡീഷണലി ന്യൂ ടൈപ്പ് അലോയ്സ് ആണ് ചെയ്യുന്നത് അല്ലേ? ന്യൂ ടൈപ്പ് അലോയ്സ് ആണ് ഇപ്പോൾ ചെയ്തേക്കുന്ന വാഹനത്തിൽ. എല്ലാ ഫീച്ചേഴ്സും ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരും. അതിൻ്റെ കൂടെ അഡീഷണൽ ഇത് ചെയ്തിട്ടില്ല. അതെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയാണ്. എയർ ബാഗ് വരുന്നില്ല ഇതിൽ? എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാത്? ഇത് നമുക്ക് ഒരു 4,85,000 രൂപ. ഫൈനലാണോ അത്? ഏകദേശം നമുക്ക് ചെറിയ പെട്ടികൾ നോക്കി ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4,85,000 2015 ഓട്ടോമാറ്റിക് CVT ജാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. S ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വാഹനം. ലോണ് മാക്സിമം ലോൺ നമുക്ക് 4 രൂപയ്ക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം. 4 വരെ കിട്ടും. ഒരു 85 to 1 lakhിനുള്ളിൽ കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. മൈലേജ് കുറച്ച് കുറയും, 10 to 14 കണ്ടാൽ മതി, അതിൻ്റെ ഇടയിൽ കണ്ടാൽ മതി. അടുത്ത വണ്ടിയിൽ അടുത്തൊരു സെലറിയോ വന്നു, KL18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനം. ഇത് മാനുവൽ ആണോ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് മോഡൽ? ഇത് 2017 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇത് 4 ടയർ ഇപ്പോൾ പുതിയത് ഇട്ടിട്ടുണ്ട്. പുതിയ ടയർസ് ആണ്. വരുന്ന ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് വേറെ കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്യാമെന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ടയറിന്റെ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും, ഫുൾ കവർ. VXI അല്ലേ? VXI ആണ്. 2016 VXI അല്ലേ? അതെ അതെ. 16 ആണോ 17 ആണോ? 17 വണ്ടിയാണ്. 17 സോറി. ഓക്കെ, 17 വണ്ടിയാണ്. ഇൻഷുറൻസ് പുതിയത് നമ്മൾ എടുത്തു കൊടുക്കും. ടയർ 4 ഫ്രഷ് ഇട്ടിട്ടുണ്ട്. കമ്പനി സർവീസ് പക്ക, അതായത് 50 ഇപ്പോൾ 50,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. 50,000 ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. കുറവാണ്, ഓട്ടോ വളരെ കുറവാണ്. 7 വർഷം കൊണ്ട് അത്രേ ഓടിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. എത്രയാ, ഒരു 17 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യം എങ്ങനെയാണ്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ഒരു 4.5 ലക്ഷം രൂപ കൊടുക്കാം. ഫൈനല്ല? 4,50,000 2017 VXI ഓട്ടോമാറ്റിക് സെലേറിയോ ആണ്. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. പിന്നെ കസ്റ്റമർക്ക് 1 രൂപ പോലും ഇതിന്റെ മുകളിലും ചെലവാക്കേണ്ട ആവശ്യമില്ല. 4 പുത്തൻ ടയർ, ഏകദേശം 35,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഉണ്ട്. 1 വർഷത്തെ ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്. കമ്പനി ഇനി 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താലും. ഓക്കെ, ഓക്കെ. ഇന്ത്യയിൽ ന്യൂ കാറിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഇറക്കുന്ന ഒരു മോഡലാണ് വാഗണർ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ യൂസ്ഡിലും എല്ലാ സ്ഥലത്തും എൻക്വയറി ഉണ്ട്. നല്ല രീതിയിൽ എൻക്വയറി വരുന്നൊരു വാഹനം വാഗണർ തന്നെയാണ്. KL18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 VXI ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 65,000 കിലോമീറ്റർ നോർമൽ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, ഇതിലിപ്പോൾ ഇതേപോലെ ഒരു കസ്റ്റമർക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. 4 ടയർ 90% ടയർ ഉണ്ട്. ഓക്കെ, ഇൻഷുറൻസ് ഇപ്പോൾ പുതിയത് എടുത്തു കൊടുക്കും. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ്, പുതിയ സീറ്റ് കവർ, മാറ്റ്, ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ സിസ്റ്റം എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ കസ്റ്റമർക്കൊന്നും ചെയ്യാനില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 3,45,000 3 ലക്ഷം മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, 3,45,000 ആണ് ഫൈനൽ റേറ്റാ. ചെറിയ കുട്ടികളൊക്കെ പൊട്ടിക്കാൻ നോക്കാം. ഒന്നാമത് ഒന്നും ചെയ്യാനില്ല, കസ്റ്റമർക്ക് എടുത്ത് വണ്ടി ഓടിക്കാൻ. നിങ്ങൾ വരിക, ജസ്റ്റ് ഏകദേശം 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി. ഓക്കെ, 2014 VXI വാഗണർ മാനുവൽ ആണ്. 3,45,000 ചോദ്യം. ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ചെയ്താൽ അത്രേ ഉള്ളൂ. കിയ സെൽട്ടോസ് വന്നിരിക്കുകയാണ്. KL18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനം. ഫുള്ള് നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ അധികം രജിസ്ട്രേഷൻ കാണുന്നത്. സെൽട്ടോസ് ആണ്. അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു ഫീച്ചേഴ്സ് കൂടുതൽ വരുന്ന ഒരു കോമ്പാക്ട് SUV. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. പെട്രോൾ ആണ് വരുന്നത്. ഏത് ഓപ്ഷൻ? HDE. ഓക്കെ, അല്ലേ? പിന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. ഫാൻസി നമ്പറാണ്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുമോ? എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. ഈ ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിന് അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ബാക്കി കിലോമീറ്റർ 45,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ അല്ല? ഓക്കെ, പെട്രോൾ മാനുവൽ 45,000 2020 മോഡലാണ്. ഒരു കൊല്ലത്തിൻ്റെ ഓട്ടം തന്നെ ഓടിയിട്ടുള്ളൂ. മൈലേജ് അത്യാവശ്യം ഉണ്ടെന്നാണ് പറയുന്നത് മാനുവലിന്. 16 വരെയൊക്കെ ഹൈവേയിൽ ലോങ് കിട്ടുന്നെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 11 to 15 റേഞ്ച് ഏകദേശം കാണാം. ഓക്കെ, പെട്രോൾ വണ്ടിക്ക് എല്ലാത്തിനും കോമൺ ഏകദേശം ആ ഒരു മൈലേജ് ആണ്. ഒരു നോർമൽ 1.2 ആ ഒരു എഞ്ചിൻ വരുന്ന കാറ്റഗറിക്ക് ആ ഒരു മൈലേജ് തന്നെയാണ് അധികത്തിനും കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, പ്രൈസ് 9.5 ലക്ഷം രൂപ കൊടുക്കാൻ മതി. 9,50,000 2020 സെൽട്ടോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 45,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്.
ഓക്കെ 9.5 ഒരു ഏകദേശം ഒരു 8-8 ലക്ഷം രൂപ ലോൺ വളരെ കണ്ടിറക്കാം. ഓക്കെ, അങ്ങനെ പോളോയും വന്നു. KL 9 രജിസ്ട്രേഷൻ വാഹനമാണ്. KL 9 പാലക്കാട് അല്ലേ? പാലക്കാട് രജിസ്ട്രേഷൻ റെഡ് പോളോ ആണ്. ഇത് റാപ്പ് ചെയ്താണോ മേലെ ടോപ്പ്? അതെ അതെ ചെയ്തതാണ്. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ. ഇത് 2010-11 രജിസ്ട്രേഷനാണ്. ഓക്കെ, ലോണ് ഏകദേശം പ്രതീക്ഷിക്കേണ്ട ലോണൊന്നും കിട്ടൂല. അത് ഓക്കെ വേണ്ട. ഡീസലോ പെട്രോളോ? പെട്രോളാണ്. പെട്രോള് 10 മോഡൽ 11 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇപ്പോൾ 26-ലല്ലേ ഇത് വരാം? 26 ലാസ്റ്റ്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ബാക്കി ഓട്ടം. ഇത് 85,000 കിലോമീറ്റർ. അത് ഉറപ്പിച്ച് പറയാമോ? ഉറപ്പിച്ച് പറയാം. കിലോമീറ്റർ 85,000. ഓക്കെ, പ്രൈസിങ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഒരു തേർഡൊക്കെ ആയിട്ടുണ്ട്. തേർഡായിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഇത് നമുക്ക് പ്രൈസ് ഇപ്പോൾ ഒരു 2,55,000 രൂപ. 2,55,000 2010 മോഡൽ 11 രജിസ്ട്രേഷൻ പോളോ ആണ്. ഏതോ ഓപ്ഷൻ വരുന്നത്? കംഫർട്ട് ലൈനാണ്. മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? കംഫർട്ട് ലൈൻ വാഹനം 2,55,000. റേറ്റ് ഫൈനലല്ലോ, കുറച്ച് കൊടുക്കാമല്ലോ. റേറ്റ് കുറച്ച് മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ എന്തായാലും. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോൺ കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. പോളോ ആണ്. മൈലേജ് ചെറിയൊരു ബഡ്ജറ്റിൽ പോളോ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റും. അതും ഇഷ്ടപ്പെട്ട കളർ. അതെ, തീർച്ചയായും. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ന്യൂ ഷേപ്പ് വാഗണറാണ്. KL 85. ഇവിടെ തന്നെ ഫറൂഖ് അല്ലേ? കോഴിക്കോട് ജില്ലയിൽ വരുന്ന ഫറൂഖ് രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ എങ്ങനെയാ? 2022 പുതിയ വണ്ടിയാണ്. 2022 വെറും 13,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. 13,000 മാത്രം. അതെ. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും? ഇല്ലില്ല, കമ്പനി വാറണ്ടി 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. 5 വർഷത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ സർവീസ് ഒന്നും പറയണ്ട, വാറണ്ടി കട്ടായിട്ടില്ല. അപ്പോൾ സർവീസ് എന്തായാലും ഉണ്ടാവും. കമ്പനി വാറണ്ടി ഉണ്ട്. ഓക്കെ, 2 വർഷം കൊണ്ട് 13,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ വരുന്നത് ZXi ആണ്. ZXi അല്ല? ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. പെട്രോൾ കുഴപ്പമില്ലാത്ത ഫിറ്റിംഗ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മാനുവൽ മാനുവൽ ZXi. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടോ അറിയാലോ? അത്യാവശ്യം മൈലേജ്. അതെ, നമ്മൾ സെലറിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ആ റേഞ്ച് ഏകദേശം കിട്ടും. കമ്പനി പറയുന്ന 24-25 ഒക്കെ അത്രയൊന്നും പോണ്ട. 20ന്റെ ചൂടായിട്ട് എന്തായാലും 17 വാണ്ടൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ, ഇത് എങ്ങനെ ചോദ്യം എങ്ങനെയുണ്ട്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ഏകദേശം ഒരു 6,45 കൊടുക്കാം. 6,45,000 രൂപ. 2022 13,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ZXi വാഗണർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ZXi വാഗണർ 6,45 അല്ലേ? ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. VXi ഒന്നുമല്ല, ZXi ആണ്. ഓക്കെ, ലോണ് എത്ര കയറും? ലോൺ നമുക്കൊരു ഏകദേശം ഒരു 5.25-6 ലക്ഷം രൂപ അടുത്ത് ലോൺ ചെയ്തു. അത്രയും കയറും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 10,000-70,000 രൂപ ഉണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, എറ്റിയോസ് ലിവയാണ് അടുത്തത്. KL 7 രജിസ്ട്രേഷൻ വാഹനം. ലിവയെ കൊണ്ട് പറഞ്ഞു വന്നാൽ നമുക്കറിയാലോ, മാർക്കറ്റിൽ അത്രയും കുറിച്ച് ചേർത്തേക്കുന്ന സാധനമാണ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2018 മോഡല്. 2018 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം ഒരു ഗോൾഡിന്റെ ഒക്കെ ഒരു വില വരും, സ്വർണത്തിന്റെ ഒക്കെ ഒരു വില വരുന്നുണ്ട്. ഡീസലാണ്. ഏതാ ഓപ്ഷൻ? VD ആണ് വരുന്നത്. VD. ഓക്കെ, ഇതിന്റെ മുകളിൽ VXT ആണ് വരുന്നത്. തൊട്ട് മുകളിൽ വരുന്ന ഓപ്ഷൻ VXT ആണ്. അതിന്റെ തൊട്ട് താഴെ അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വിലയിലേക്ക് വരും. അതെ, വിലയിൽ നമുക്ക് പൊട്ടിച്ചിട്ട് ഏകദേശം നമുക്കൊരു 7 ലക്ഷം രൂപ കൊടുക്കാം. 7,50,000 രൂപയ്ക്ക് 2018 VD ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന ഡീസൽ ലിവ. മൈലേജ് കിങ് ആണ്. 20 എബവ് മൈലേജ് എന്തായാലും ഉറപ്പിക്കാം. അങ്ങനത്തെ ഒരു വാഹനമാണ്. പിന്നെ വണ്ടി ഇറങ്ങുമ്പോൾ അന്ന് ഏകദേശം 8 സംതിങ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ലിവയ്ക്ക് ചോദിക്കുന്നത്. വണ്ടി പോകുന്നുണ്ട് ഷോറൂമിൽ നിന്ന്. വണ്ടി എല്ലാ ഷോറൂമിൽ വണ്ടി വെച്ചാലും വണ്ടി പോകുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാനില്ല. വില കൂടുതലാണെന്ന് മാത്രം പറയരുത്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം നമുക്കൊരു ലക്ഷറി തന്നെ അവസാനിപ്പിക്കാം. മിനി കൂപ്പർ കൺട്രി മാൻ. ഇത് ഹരിയാന വണ്ടിയാണ്. ഇങ്ങോട്ടേക്ക് നമ്പർ ആയോ? അവിടെ ഇവിടെ നമ്പർ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എവിടെയാ? ഇവിടെ കാലിക്കറ്റ് KL 11 നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ കാര്യം? 2013 കൺട്രി മാൻ 13 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, 70,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയത്. 70,000. സർവീസ് ഉണ്ടോ അതോ? സർവീസ് അവൈലബിൾ ആണ്. അതെ അതെ. ഓക്കെ ഓക്കെ, ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. 13 ഡീസൽ ഓട്ടോമാറ്റിക് 70,000 ഓടിയ വാഹനമാണ്. ഓക്കെ, ബാക്കി ലോൺ അവൈലബിൾ ആണ്. ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫോണിൽ ഇങ്ങോട്ടേക്ക് മാറിയാലേ കിട്ടുള്ളൂ. ഇപ്പം മാറാൻ കൊടുത്തിട്ടില്ലേ? എന്തായാലും മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. മാറിയാലേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കൺട്രി മാൻ നോക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം ലോൺ അവൈലബിൾ ആണ്. ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷമുള്ള പ്രൈസാണോ പറയുന്നത്? മാറിയതിന് ശേഷം നമുക്കൊരു 16.25 ആസ്കിങ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം.
16,70,500 ചോദ്യമാണ്. 2013 ഡീസൽ ഓട്ടോമാറ്റിക്. ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന മിനി കൂപ്പർ വളരെ റയർ ആണ്, അറിയാലോ. ഓക്കെ ഓക്കെ, കുറവാണ് മിനി കൂപ്പർ റേഞ്ചിൽ കിട്ടാന്ന് പറഞ്ഞാൽ. അത് കേരള നമ്പർ ആയതിനു ശേഷം നമ്പർ ആവാണ്ടല്ല, അതിന്റെ ടാക്സും കാര്യമൊക്കെ അടച്ചതിന് ശേഷമുള്ള വിലയാണ് പറയുന്നത്. ടാക്സും കാര്യം അടക്കാത്ത വില വേറെ ഉണ്ടാവും, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം അടച്ചിട്ടുള്ള വിലയാണ് പറയുന്നത്. അല്ലാത്ത വില വേറെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു നല്ലൊരു പ്രീമിയം വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. 16,75,000 നമ്പർ കേരള നമ്പർ ആയതിനു ശേഷം ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2013 ഡീസൽ ഓട്ടോമാറ്റിക് കട്രീന. അത്രേ ഉള്ളൂ. ലോണും കിട്ടും, ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞാൽ ലോണും കിട്ടും. അല്ല ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും സ്റ്റോക്ക് മൊത്തം കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും നമ്പർ. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽ ആരെങ്കിലും ഇങ്ങനത്തെ വണ്ടികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഷെയർസിലും സബ്സ്ക്രൈബേഴ്സിലുമാണ് നമ്മുടെ വളർച്ചയിരിക്കുന്നത്. അതായത് ഓണത്തിന്റെ ഓഫറിൽ നമുക്ക് മാക്സിമം റേറ്റ് തന്നെ കുറച്ച് പൊടിച്ചു കൊടുക്കാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ റെയിൻ ഒന്ന് വിളിക്കാം, വരുന്നതിന് മുന്നേ വിളിക്കാം. കാരണം ചിലപ്പോൾ വണ്ടി വിറ്റ് പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് നോക്കിയിട്ട് വരിക. അത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ചാനൽ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് കയറാൻ മറന്നു വരുന്നത്. അപ്പോൾ റഹീം കാ, ഓക്കെ, നന്ദി, എല്ലാവർക്കും നന്ദി, ബൈ.